അമേരിക്കൻ പ്രസിഡന്റിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ട് ചർച്ചകൾ നടത്തിയതിനു ശേഷം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തുവരുന്നുണ്ട്. സത്യത്തിൽ ഇത് ഒരു മീറ്റിംഗ് എന്നതിനപ്പുറം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികൾ റഷ്യ, അമേരിക്ക, ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോ ഈ രണ്ട് വശങ്ങൾക്കും ഇടയിൽ ഒരു നല്ല മധ്യസ്ഥനായി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായ ഒരു രാജ്യം ഇന്ത്യയാണ്. അത്തരമൊരു രാജ്യത്തിൽ നിന്നും ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രസ്താവന, റഷ്യ ഉക്രൈൻ യുദ്ധം, ഇന്ത്യ, റഷ്യ, അമേരിക്ക, ഈ ട്രയാങ്കിൾ ഫ്രണ്ട്ഷിപ്പിനെ വീണ്ടും ഇംപ്രൂവ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ അധികമായിട്ടുണ്ട്. കൂടാതെ അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട സൈനിക വിമാനം മോസ്കോയിൽ ലാൻഡായി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വീണ്ടും ടേക്ക് ഓഫ് ആയി. അപ്പോ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ആരെങ്കിലും അവിടെ നിന്ന് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സംഭവം നടന്നത്? ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. അമേരിക്കൻ വ്യോമസേനയിലുള്ള US എയർഫോഴ്സ് ഗൾഫ്സ്ട്രീം C-37B ഇത് അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക്, പ്രധാനമായും ഹൈ പ്രൊഫൈൽ ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന ഒരു വിമാനമാണ്. ഇത് അമേരിക്കൻ വ്യോമസേനയിലുള്ള 89th എയർലിഫ്റ്റ് വിംഗ് ആണ് ഇപ്പോൾ വരെയും ഇത് പരിപാലിക്കുന്നത്. അവരുടെ കമാൻഡിന് കീഴിലാണ് ഈ ഒരു വിമാനം ഉപയോഗിച്ചു വരുന്നത്. ഈ വിമാനം അടുത്തിടെ നേരിട്ട് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലേക്ക് ലാൻഡ് ചെയ്തു. അതിന്റെ ഫ്ലൈറ്റ് റഡാർ മാപ്പ് നോക്കിയതിനു ശേഷം വളരെ ആശ്ചര്യമാണിത് സൃഷ്ടിച്ചത്. കാരണം 2022 ശേഷം ഈ റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം അമേരിക്കൻ വിമാനം റഷ്യയുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നത്, അതും ഔദ്യോഗികമായി ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന ഒരു വിമാനം വരുന്നത് ഇത് ആദ്യത്തെ തവണയാണ്. അങ്ങനെ ഈ വിമാനം വന്നു. ഇതിനുള്ളിൽ ആരായിരിക്കും വന്നിട്ടുണ്ടാവുക? ഒരുപക്ഷെ അമേരിക്കയുടെ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ടാകുമോ? അങ്ങനെ വന്നെങ്കിൽ എങ്ങനെയുള്ള വിഷയമായിരിക്കും അവിടെ ചർച്ച ചെയ്തിട്ടുണ്ടാവുക? ഈ വിമാനത്തെ ഉപയോഗിച്ചവർ ഒന്നുകിൽ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരായിരിക്കാം, അല്ലെങ്കിൽ സൈനികം സംബന്ധിക്കുന്ന ഉദ്യോഗസ്ഥരായിരിക്കാം, അതുമല്ലെങ്കിൽ പ്രധാനപ്പെട്ട ട്രംപ് ഭരണകൂടത്തിലുള്ള ഹൈ പ്രൊഫൈലിലുള്ള ഉദ്യോഗസ്ഥർ. എനിക്കറിയാവുന്നിടത്തോളം ഈ ഒരു വിമാനത്തിൽ നിന്ന് അധികാരികൾ റഷ്യയിലേക്ക് വന്ന് റഷ്യയുമായി ഒരു ചർച്ച നടത്താനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രിസണർ എക്സ്ചേഞ്ച് നടത്താനോ ഉള്ള സാധ്യത തീരെയില്ല. കാരണം ഈ വിമാനം തലസ്ഥാനത്ത് സ്റ്റേ ചെയ്ത സമയം വളരെ വളരെ കുറവാണ്, വെറും ചില മിനിറ്റുകൾ മാത്രം. ഈ ചില മിനിറ്റിൽ ആരെ കൊണ്ടും അങ്ങനെ ഒരു ചർച്ച തീർച്ചയായും നടത്തി അവസാനിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം, റഷ്യയുടെ അധികാരികളെ ഒരു പക്ഷേ ഇവർ പിക്ക് ചെയ്തിട്ടുണ്ടാകാം. അതിനായിട്ടുള്ള കാരണം എന്താണെന്നും പറയാം. കാരണം റഷ്യൻ വ്യോമസേനയിലെ വിമാനങ്ങൾ ആയാലും അല്ലെങ്കിൽ റഷ്യയുടെ വാണിജ്യ വിമാനങ്ങളായാലും യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ പറക്കുന്നതിനും യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ അല്ലെങ്കിൽ ആ ഒരു എയർ സ്പേസ് ഉപയോഗിക്കുന്നതിനും ഇന്നുവരെയും അമേരിക്ക അത് നിരോധിച്ചിട്ടുണ്ട്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം ഇന്നലെ പറഞ്ഞിരുന്നു, എത്രയും പെട്ടെന്ന് റഷ്യൻ അധികാരികൾ അല്ലെങ്കിൽ റഷ്യൻ ഉദ്യോഗസ്ഥരും അമേരിക്കൻ ഉദ്യോഗസ്ഥരും ചേർന്ന് ചില ചർച്ചകൾ നടത്തുമെന്ന്. അപ്പോൾ ട്രംപ് പറഞ്ഞതും ഈ വിമാനം വന്ന് പെട്ടെന്ന് തന്നെ ടേക്ക് ഓഫ് ആയതിന്റെ കാരണങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇവയ്ക്കെല്ലാം ഒന്നോടൊന്ന് ബന്ധമുള്ളതുപോലെ തോന്നാം. അപ്പോൾ റഷ്യൻ ഉദ്യോഗസ്ഥരെ വിളിച്ചുകൊണ്ടു പോകാൻ ഈ വിമാനം അവിടെ വന്നിട്ടുണ്ടാകാം. ഇക്കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒരു ചെറിയ കൂടിക്കാഴ്ച നടത്തി. ഈ മീറ്റിംഗ് അവസാനിച്ചതിന് ശേഷം ഇന്ത്യയുടെ പക്കൽ നിന്നായാലും അമേരിക്കയുടെ പക്കൽ നിന്നായാലും പ്രധാനപ്പെട്ട 2 സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നു. അതിൽ ആദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്, ഞങ്ങൾ ന്യൂട്രൽ അല്ല. അതെന്താ ന്യൂട്രൽ അല്ലേ? അങ്ങനെ ന്യൂട്രൽ അല്ലെങ്കിൽ അപ്പോ ഇന്ത്യ ഇത്രയും ദിവസം പറഞ്ഞ നിലപാടുകൾ എന്താണ്? ഇന്ത്യയുടെ ആ ഒരു നിഷ്പക്ഷ നിലപാട് എന്തായി? പെട്ടെന്ന് ഇങ്ങനൊരു വാക്ക് പറഞ്ഞല്ലോ എന്ന് ചോദിച്ചാൽ അതിനുള്ള വിശദീകരണവും അതിൽ തന്നെയുണ്ട്. ഞങ്ങൾ ന്യൂട്രൽ അല്ല എന്നുള്ളത് ഇവിടെ സമാധാനത്തിന് എതിരെ അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സമാധാനത്തിന് എതിരെയുള്ള ചില വിഭാഗം, സമാധാനം ആഗ്രഹിക്കാത്ത ചില സംസാരം വരുമ്പോൾ ഞങ്ങൾ ന്യൂട്രൽ അല്ല, ഞങ്ങൾ എപ്പോഴും സമാധാനത്തിന്റെ ഭാഗത്താണ് ഉള്ളത്, ഞങ്ങൾ എപ്പോഴും സമാധാനത്തിന് വേണ്ടി മാത്രമേ നിൽക്കുകയുള്ളൂ. ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ 2 രാജ്യങ്ങൾ മാത്രമല്ല അവിടെ ബാധിക്കുന്നത്. ഈ യുദ്ധത്തെ കാരണമായി കാണിച്ച് പ്രത്യക്ഷമായും പരോക്ഷമായും പല രാജ്യങ്ങൾ ഇതിലൂടെ ബാധിക്കപ്പെടുന്നുണ്ട്. അത്രത്തോളം വലിയൊരു യുദ്ധമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വ്യക്തമായ ഡേറ്റ നോക്കിയാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് മുൻപായാലും റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷമായാലും ഓയിൽ പ്രൈസിന്റെ റേറ്റ് എടുത്ത് നോക്കിയാൽ എല്ലാവരും ആ പ്രശ്നം നേരിടുന്നുണ്ട്.
നമ്മളും വളരെ ചീപ്പസ്റ്റ് റേറ്റിൽ ഓയിൽ വാങ്ങിയപ്പോൾ നമ്മളെ കൊണ്ട് അത് നല്ല രീതിയിൽ ഉപയോഗിച്ചിരിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ മുഴുവനായും പ്രൈവറ്റ് കമ്പനികൾ അകത്തേക്ക് വന്നതുകൊണ്ട് കുറഞ്ഞ വിലയിൽ അവർ ഓയിൽ വാങ്ങുകയും അതിനെ ഇന്ത്യയിൽ വെച്ച് റിഫൈൻ ചെയ്ത് അതിനെ പുറം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിലൂടെ അവർ ഒരു വലിയ ലാഭം തന്നെ കണ്ടു. അപ്പോ നമുക്ക് അതിലൂടെ യാതൊരു നേട്ടവും ഉണ്ടായില്ല. നന്മ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ടും നമ്മൾ അത് ഉപയോഗിച്ചില്ല. ഇനി ബാക്ക് ടു ദ പോയിന്റ്. റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥ തന്നെ തിരിച്ചടി നേരിടുമ്പോൾ ഇത് യുദ്ധത്തിനായിട്ടുള്ള ഒരു കാലം അല്ല എന്നുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷം കണ്ടുമുട്ടി സംസാരിച്ചിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം നേരിട്ട് പറഞ്ഞു, ഇത് യുദ്ധത്തിനായിട്ടുള്ള ഒരു സമയമേ അല്ല. തീർച്ചയായും സമാധാനം യുദ്ധകാലത്ത് നമുക്ക് തിരയാൻ സാധിക്കില്ല. ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ അവസാനിപ്പിക്കുന്ന ഒരു സ്ഥലം യുദ്ധക്കളമായിരിക്കില്ല. അപ്പോൾ വീണ്ടും ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഇത് യുദ്ധത്തിനായിട്ടുള്ള ഒരു കാലം അല്ല. ഇന്ത്യ തീർച്ചയായും ഈ രണ്ട് രാജ്യങ്ങൾക്കും നടുവിലുള്ള പ്രശ്നത്തെ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എടുക്കുമെന്നും ഒരു കാര്യം പറഞ്ഞു. സത്യത്തിൽ ഇത് എത്ര വലിയ സ്റ്റേറ്റ്മെന്റ് ആണെന്നറിയോ? ഇന്ത്യ, അമേരിക്ക, റഷ്യ, ഇത് ഒരു ട്രയാങ്കിൾ പോളിസി അല്ലെങ്കിൽ ട്രയാങ്കിൾ ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല. ഇന്ന് ലോക സമ്പദ് വ്യവസ്ഥ എടുത്തു നോക്കിയാൽ ചലിപ്പിക്കാനാകാത്ത 3 രാജ്യങ്ങൾ. നിങ്ങൾ ചിന്തിക്കുന്ന രാജ്യങ്ങളൊന്നും ഇതിലുണ്ടാകണം എന്നാഗ്രഹിക്കേണ്ട. കാരണം ലോകത്തിലെ പ്രധാനപ്പെട്ട മാർക്കറ്റ് എന്നത് ഇപ്പോഴുള്ള സാഹചര്യം അനുസരിച്ച് നോക്കിയാൽ പോപ്പുലേഷൻ വൈസ് ചൈനയും ഇന്ത്യയും മാത്രമാണ്. ചൈനയെ സംബന്ധിച്ച് അവർ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളേക്കാൾ കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കളാണ് നിരവധി. എന്നാൽ അതേസമയം ഇന്ത്യയെ നോക്കുകയാണെങ്കിൽ നമ്മൾ വലിയ കയറ്റുമതിക്കാരൊന്നും അല്ല. നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കൾ പോലും ഇപ്പോൾ വരെയും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ, കൂടാതെ ഇവരുമായി യൂറോപ്യൻ യൂണിയനിലുള്ള ബിഗ് 3 രാജ്യങ്ങൾ. ഇവരെ മാറ്റി നിർത്തി ലോകത്തിലുള്ള മറ്റു രാജ്യങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതും ഇന്ത്യയിൽ നടക്കുന്ന ഡെയിലി ബിസിനസ് നോക്കിയാൽ $ബില്യൺ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഓയിൽ മാർക്കറ്റ് മുതൽ നമ്മുടെ ഫാർമസി, നമുക്ക് ആവശ്യമായ മരുന്നുകൾ മുതൽ ഇങ്ങനെ പ്രതിദിനം $ബില്യൺ ബിസിനസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ആയിരിക്കുമ്പോൾ ഇന്ത്യക്ക് സൈനികം സംബന്ധിക്കുന്ന സഹായം മാത്രം നമ്മൾ ചെയ്താൽ പോരാ എന്നാണ് അമേരിക്കയുടെ അഭിപ്രായം. നാളെ F-35 നൽകണമെന്ന് അമേരിക്ക ചിന്തിച്ചാലും വെറും F-35 നൽകിയാൽ അമേരിക്കയ്ക്ക് അതുവഴി വലിയ ലാഭമൊന്നും ഉണ്ടാകില്ല. അതിനേക്കാൾ കൂടുതൽ ലാഭമുണ്ടാക്കാൻ പോകുന്നത്, അതും ട്രംപ് തന്നെ പറഞ്ഞു, തീർച്ചയായും ഇന്ത്യ അമേരിക്കയുടെ പക്കൽ നിന്നും കൂടുതൽ ഗ്യാസും കൂടുതൽ ഓയിലും ഇമ്പോർട്ട് ചെയ്യും. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇത് തീർച്ചയായും സംഭവിക്കും. ഒരേ സമയം 100-150 വിമാനങ്ങൾ നൽകി സമ്പാദിക്കുന്ന വരുമാനത്തേക്കാൾ ദിവസവും ജനങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഇന്ത്യക്ക് നൽകുന്നത് വഴി ഇവരുടെ ഈ മാർജിൻ അധികമാക്കാൻ സാധിക്കും. അപ്പോ എനിക്കറിയാവുന്നിടത്തോളം അടുത്തൊരു വലിയ ഡീൽ ഉണ്ടാകാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഒരു വലിയ സൈനികം സംബന്ധിക്കുന്ന കരാർ ഒപ്പിടുമെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിൽ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അമേരിക്ക നേരിട്ട് ഇന്ത്യയുടെ എനർജി മാർക്കറ്റിലായിരിക്കും കൈവയ്ക്കുക. കാരണം ഇന്ത്യ ഇപ്പോ ലോകത്തിലെ ഒരു ബിഗ്ഗസ്റ്റ് ഓയിൽ കൺസ്യൂമർ ആണ്. നമുക്ക് അത്രത്തോളം ആവശ്യമുണ്ട്. നമ്മുടെ കമ്പനികൾ, നമ്മുടെ ഡേ ടു ഡേ ലൈഫ് അത്രയേറെ നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ അടുത്ത ഘട്ടമായി അമേരിക്ക ഇന്ത്യയുടെ ഈ ഒരു മാർക്കറ്റിലായിരിക്കും കൈവയ്ക്കാൻ പോകുന്നത്. ആ ഒരു സമയവും അത്ര ദൂരത്തിലല്ല. അങ്ങനെ അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ഇന്ത്യയിൽ അധികമാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിൽ നമ്മുടെ ഓയിൽ മാർക്കറ്റിന് ഒരു വലിയ മാറ്റം സംഭവിക്കും. അത് നല്ലതാണെങ്കിൽ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ നിലവിലുള്ള വിലയേക്കാൾ കൂടുതൽ വില ഇനി നൽകേണ്ടി വരും. ഇതേസമയം റഷ്യ ഉക്രൈൻ സംബന്ധിക്കുന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ലാൻസ് ഒരു കാര്യം പറഞ്ഞു. ഇതിനെ നമുക്ക് 2 രീതിയിൽ കാണാൻ സാധിക്കും. ഒന്നാമത്തേത്, ഉക്രൈന് അവരുടെ പരമാധികാരത്തിന് യാതൊരു രീതിയിലും കോട്ടം തട്ടാൻ പാടില്ല. അതേസമയം മറ്റൊരു ഭാഗത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം പൂർണ്ണമായും യൂറോപ്പിന്റെ പ്രശ്നമാണ്. അത് അവർ തന്നെയാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ അത് അവർ തന്നെയാണ് പരിഹരിക്കേണ്ടത്. ഇതിൽ എന്തുകൊണ്ട് അനാവശ്യമായി നമ്മൾ ഇറങ്ങണം? ഉക്രൈന് അവരുടെ സമാധാനം എത്രത്തോളം പ്രധാനമാണോ അതുപോലെ തന്നെ ലോകത്തിന്റെ സമാധാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ പ്രശ്നം ഇത്രത്തോളം വലുതായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ റഷ്യ എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കും. ഉക്രൈൻ അവരുടെ പ്രദേശങ്ങളെ തിരികെ കൊടുത്തിട്ടാണെങ്കിൽ പോലും സമാധാനം അവിടെ കൊണ്ടുവരും. എത്ര പ്രദേശം കൊടുക്കുന്നു എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. അതിനുള്ള സമയമുണ്ട്.
അപ്പൊ എത്രയും പെട്ടെന്ന് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും. അങ്ങനെ അവസാനിച്ചില്ലെങ്കിൽ മിലിറ്ററി ഇൻഫ്ലുവൻസ് വഴിയാണെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു. സത്യത്തിൽ ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആദ്യം മുതൽ അവസാനം വരെയും കേൾക്കുമ്പോൾ ആദ്യം വളരെ സമാധാനപൂർണ്ണമായി പറഞ്ഞു തങ്ങളുടെ പ്രദേശങ്ങൾ കൊടുത്തിട്ടാണെങ്കിൽ പോലും അവിടെ സമാധാനം കൊണ്ടുവരുമെന്ന്. എന്നാൽ അവസാനം പറഞ്ഞത് മിലിറ്ററി ഇൻഫ്ലുവൻസ് വഴി മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയൂ എന്നുണ്ടെങ്കിൽ അതും ചെയ്യുമെന്ന്. അപ്പോ അമേരിക്ക ഡയറക്റ്റ് മിലിറ്ററി ഇൻഫ്ലുവൻസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ 100% നമുക്ക് പറയാം. അടുത്ത 4 വർഷത്തേക്ക് അമേരിക്ക ഉക്രൈനിൽ അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കാൻ ഇനിയും 4 വർഷം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ 4 വർഷവും യുദ്ധം ഇങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ അമേരിക്കയുടെ നേരിട്ടുള്ള സൈനിക ഇടപെടൽ എന്നത് അവിടെ തീർച്ചയായും ഉണ്ടാകില്ല. അതിനുള്ള സാധ്യത ഇല്ല. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഓരോ പൊളിറ്റീഷ്യൻസിന്റെ സ്റ്റേറ്റ്മെന്റും അവിടെ മാറാം. എന്നാൽ അവസാനം ഇവിടെ ഉക്രൈൻ പരാജയത്തെ നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റഷ്യക്ക് എത്രത്തോളം പ്രദേശങ്ങൾ അവർ നൽകുമെന്നുള്ള ചർച്ചകൾ നടക്കും. അതല്ലാതെ റഷ്യയുടെ ചില പ്രദേശങ്ങളെ അവർ ആക്സസ് ചെയ്യാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. എന്നാൽ 3 വർഷം ഇത്രയേറെ നഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ട് ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചാൽ ഇത് റഷ്യയ്ക്കുള്ളൊരു വിജയമാണോ എന്ന് ചോദിക്കാം. ഒരുപാട് പേർക്ക് ആ ചോദ്യം വരുന്നുണ്ട്. മോറൽ വൈസ് ആയാലും ഫെയിം വൈസ് ആയാലും ഉക്രൈൻ ഇതൊരു വിജയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. റഷ്യയ്ക്ക് ഇതൊരു വിജയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതെല്ലാം ഉക്രൈൻ നശിപ്പിച്ചിട്ടുണ്ട്. കാരണം ഉക്രൈനെതിരെ റഷ്യ 3 വർഷം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉക്രൈന് പുറകിലുള്ള 50 രാജ്യങ്ങൾ അവരെ സഹായിക്കാൻ നിൽക്കുകയും റഷ്യയ്ക്ക് അവരെ വിൻ ചെയ്യാൻ സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു പ്രശ്നം ഇത്രത്തോളം വലുതായി കൊണ്ടുപോയത് തന്നെ റഷ്യയുടെ വലിയൊരു പരാജയമാണ്. എന്നാൽ എക്കണോമി വൈസ് നോക്കിയാൽ ഇത് റഷ്യയ്ക്കൊരു ലാഭം തന്നെയാണ്. റഷ്യയ്ക്ക് ഇതിൽ നിന്നും ലഭിച്ച ലാഭം നോക്കിയാൽ ഉക്രൈന്റെ 70% മിനറൽ റിച്ച് പ്രദേശങ്ങളെല്ലാം റഷ്യയ്ക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഒരു പൊന്മുട്ടയിടുന്ന താറാവ് തന്നെ ലഭിച്ചു. ഇവർ അനക്സ് ചെയ്യുന്ന അത്രയും പ്രദേശങ്ങൾ ഉക്രൈന്റെ മിനറൽ റിച്ച് പ്രദേശങ്ങളാണ്. അതിപ്പോ റഷ്യ ആക്സസ് ചെയ്യുന്നുണ്ട്. ഇന്ന് അതവർ ഉപയോഗിച്ചില്ലെങ്കിലും ഒരുപക്ഷെ നാളെ റഷ്യയ്ക്ക് കൂടുതൽ ആവശ്യങ്ങൾ വന്നാൽ അവരത് ഉപയോഗിക്കാൻ തുടങ്ങും. ഭാവിയിൽ അവരത് നല്ല രീതിയിൽ ആക്സസ് ചെയ്യുകയാണെങ്കിൽ അവർക്കത് നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടും. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് ആണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.